വോട്ട് ചോരിയിൽ ഇന്നും പാർലമെന്റ് സ്തംഭിപ്പിക്കാൻ പ്രതിപക്ഷം. അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് രൺദീപ് സുർജേവാലയും ലോക്സഭയിൽ മാണിക്യം ടാഗോറും നോട്ടീസ് നൽകി. സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ പ്രതിഷേധിച്ച് വോട്ട് തട്ടിപ്പ് വിഷയം സജീവമായി നിലനിർത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. AICC ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ഇന്ന് ദില്ലിയിൽ ചേരുന്നുണ്ട്. പിയാ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പിയാ സുനിൽ, നമ്മൾ അല്പസമയം മുമ്പ് ജയറാം രമേശുമായി സംസാരിച്ചു. എന്തായാലും ആ നിലപാടിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല. ഇലക്ഷൻ കമ്മീഷനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം, സഭയ്ക്കകത്തും പുറത്തും. എന്തൊക്കെയാണ് ഇന്ന് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നീക്കം, പിയാ സുനിൽ? അടുത്ത പാർലമെന്റിന്റെ ഇരു സഭകളിലും കോൺഗ്രസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. മറ്റ് നടപടികൾ മാറ്റിവെച്ചുകൊണ്ട് വോട്ട് ചോരി വിഷയം, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, രാജ്യത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികൾ, ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നതാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഇന്ന് രാവിലെ സഭാ നടപടികൾ 11 മണിക്ക് ആരംഭിക്കുമ്പോൾ തന്നെ ഇക്കാര്യം വളരെ ശക്തമായി ഉന്നയിക്കും. ഏതായാലും സഭ നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ല, ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്, എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നിലപാട്. ഏതായാലും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി കോൺഗ്രസിനൊപ്പമുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇന്ന് കോൺഗ്രസിന്റെ AICC യോഗം ചേരുന്നുണ്ട്. AICC യോഗത്തിൽ ഈ ഒരു വിഷയത്തിൽ ദേശീയ തലത്തിൽ ഒരു വലിയ രാഷ്ട്രീയ പ്രചരണ നീക്കം നടത്താനുള്ള ആലോചനയും കോൺഗ്രസ് നടത്തുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിലനിൽക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള പ്രചരണം ശക്തമാക്കുക, പ്രതിഷേധം ശക്തമാക്കുക. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിക്കാൻ കൂടുതൽ ശക്തമായി ഇടപെടൽ നടത്തുക എന്ന നിലയിലേക്ക് ഒരു രാഷ്ട്രീയ പ്രചരണത്തിലേക്ക് ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ നീങ്ങുകയാണ്. ഇന്നേതായാലും ഈ വിഷയത്തിൽ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധ ധർണ നടത്തുന്നുണ്ട്. മാത്രമല്ല ഇന്നലെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത വിഷയവും വളരെ ഗൗരവമായി പാർലമെന്റിൽ ഉന്നയിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ശക്തമായ പ്രതിഷേധം ഇന്ന് പാർലമെന്റ് കവാടത്തിലുണ്ടാകും, അതിനുശേഷം പാർലമെന്റിനകത്തുണ്ടാകും. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കാണുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആളുകളെ നിശ്ചയിച്ച് ഇത്ര ആളുകൾ മാത്രം കണ്ടാൽ മതി എന്ന തീരുമാനത്തോട് യോജിപ്പില്ല എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി കഴിഞ്ഞു. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും നേരിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് നിവേദനം നൽകുക, ആ ഒറ്റ നിലപാടേ ഉള്ളൂ. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഒരു ഡിപ്പാർട്ട്മെന്റായി മാറുന്ന ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ നീക്കത്തിലൂടെ മാത്രം അതിനെ നേരിടുക എന്ന നിലയിലേക്ക് പ്രതിപക്ഷം വരികയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് ഒക്കെ അടുത്തു വരുന്ന സാഹചര്യത്തിൽ ബീഹാറിൽ കൂടി ഈ വിഷയത്തിൽ വലിയ പ്രചരണം നടത്താനും ഇപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് ആലോചിക്കുകയാണ്. ഏതായാലും പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു വലിയ യോജിപ്പ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. താങ്ക് യു. പിയാ സുനിലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ജയറാം രമേശുമായി പിയാ സുനിൽ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു.